തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ലീഗും കോൺഗ്രസും ഇപ്പൊ രണ്ട് ധ്രുവത്തിലാണ്. ലീഗിന്റെ പിന്തുണയോടുകൂടി CPM ജയിച്ചതോടെ രണ്ടു കൂട്ടരും പോർവിളി തുടങ്ങി. തൊടുപുഴ എഫക്ട് കേരളത്തിലെ പല ജില്ലകളിലും പ്രതിഫലിക്കാനാണ് സാധ്യത. അങ്ങനെ അടയും ചക്കരയുമായിരുന്നവരിപ്പോ കീരിയും പാമ്പും ആയിരിക്കാണ് ഗൈസ്. എന്തായാലും തോൽക്കുന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി LDF കൗൺസിലർമാർ തൊടുപുഴ നഗരസഭയിലെത്തിയത്. കൈക്കൂലി കേസിനെ തുടർന്ന് ഭരണം നഷ്ടാകുന്ന ഉറപ്പിച്ച LDFിലേക്ക് രക്ഷാകരം നീട്ടിയതാരാ? സാക്ഷാൽ മുസ്ലിം ലീഗ്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ തൊടുപുഴ നഗരസഭയുടെ ചെയർമാൻ കസേര വീണ്ടും LDFിന് സ്വന്തം. അപ്പം നമ്മൾ വിചാരിക്കും ലീഗും കോൺഗ്രസും തമ്മിൽ പെട്ടെന്നാണ് ഇങ്ങനെ കശപിശ ഉണ്ടായതെന്ന്. നെഹി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതന്നെയായിരുന്നു അവസ്ഥ. തമ്മിൽ തല്ല്. 2020 ചുണ്ടിനും കപ്പിനും ഇടയിൽ അധികാരം നഷ്ടമായതുപോലെ ഇത്തവണ മുന്നണിയിലെ തമ്മിലടി കാരണം UDFന് അധികാരം നഷ്ടമായി. തെരഞ്ഞെടുപ്പിൽ വോട്ട് മുഴുവൻ LDFന് കുത്തിയതിനു ശേഷമുള്ള ആ മുദ്രാവാക്യം കേട്ടോ, ഓർത്ത് കളിച്ചോ കോൺഗ്രസ്, ഇത് ലീഗാണെന്ന്. ശരി, അപ്പൊ അത്രടം വരെ ആയില്ലേ കാര്യങ്ങള്. അധികാരത്തിന് വേണ്ടി എത്ര പെട്ടെന്ന് എല്ലാവർക്കും ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവണത്. അങ്ങനെ ലീഗിന്റെ വോട്ട് നേടി പുതിയ ചെയർപേഴ്സൺ ആകാൻ LDF സ്ഥാനാർത്ഥി സബീന ബിഞ്ചുവിന് ഭാഗ്യം കിട്ടി. സൗഹാർദ്ദ മത്സരം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ നിഘണ്ടുവിൽ പുതിയതായി ഉണ്ടാക്കിയിട്ടുള്ള രേഖയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് സൗഹാർദ്ദപരമായ മത്സരം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് ചതിയുടെയും കൊടിയ വഞ്ചനയുടെയും ഫലമാണ്. ആ തൊണ്ടയിടർന്നത് കേട്ടോ നിങ്ങള്? എല്ലാ കാലത്തും മുസ്ലിം ലീഗിനെ അവഗണിച്ച് നിന്നുകൊണ്ട് അധികാര കസേര കയ്യിലിരിക്കുന്ന സ്വപ്നം കണ്ട കോൺഗ്രസിനോട് ചെയ്ത ചതിയല്ല അത്. പാവങ്ങള്. ആടിനെ പട്ടിയാക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഉത്തര കേരളത്തിലെ ഉമ്മക്കി കാട്ടി ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ അവൻ വിയർപ്പും രക്തവും ചിന്തി നേടിയെടുത്ത ഇന്ത്യയിലെ കേരളത്തിലെ ഭൂരിപക്ഷമുണ്ട്, ഇടുക്കിയിലെ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഞങ്ങൾ വാനോളം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകും. എന്തൊക്കെയാണ് ഈ കേൾക്കണത്? മുസ്ലിം ലീഗ് ആടിനെ പട്ടിയാക്കുന്നു, മുസ്ലിം ലീഗ് ഉമ്മാക്കി കാട്ടുന്നു. ലീഗ് കോൺഗ്രസിന്റെ ചങ്കല്ല ചങ്കിടിപ്പാണെന്ന് പറഞ്ഞിരുന്നവരൊക്കെ എന്തേ? തൊടുപുഴയിൽ നടക്കണത് വല്ലതും അറിയണുണ്ടോ നിങ്ങള്? ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നത്. തീർച്ചയായിട്ടും UDF സംസ്ഥാന നേതൃത്വം അത് പരിശോധിക്കും. സതീശേട്ടൻ അവിടെ പഠിച്ചോണ്ടിരുന്നട്ടാ. ഈ പ്രശ്നം തൊടുപുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് തോന്നണില്ല. നേതൃത്വത്തിന്റെ തീരുമാനമാണ് അവർ നടപ്പാക്കിയെന്നാണ് മുസ്ലിം ലീഗ് പറയണത്. ഞങ്ങളൊരു അപകടം അവിടെ കണ്ടു. ഞങ്ങൾ ആ അപകടം മനസ്സിലാക്കിയാണ് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ 5 പേരും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയത്. BJPയുടെ വോട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ BJPയുടെ വോട്ട് മേടിച്ച് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനം ഞങ്ങളുടെ പാർട്ടി ഏൽപ്പിച്ച തീരുമാനമാണ്. ലീഗിന്റെ സപ്പോർട്ടും കൂടി പിൻവലിച്ച കോൺഗ്രസിന്റെ ഗതിന് എന്താവും? കോൺഗ്രസിനകത്ത് അടി സോൾവ് ചെയ്യാൻ തന്നെ നേരില്ല. അപ്പോഴാണ് കോൺഗ്രസും ലീഗും തമ്മിലുള്ള അടി. പാവ സതീശേട്ടന്റെ ഓരോരോ അവസ്ഥ. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു പടപ്പുറപ്പാടിനുള്ള കാഹളമല്ലേ കേട്ടത്? ലീഗിനെതിരെ തിരിച്ചടിക്കാനുള്ള ശക്തി ആർജിച്ച് കോൺഗ്രസ് അങ്ങനെ നിൽക്കുകയാണ് മക്കളെ. മുസ്ലിം ലീഗ് പാർട്ടി കോൺഗ്രസ് പാർട്ടിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കഴിഞ്ഞ 50 വർഷമായി നൽകുന്ന വിലപ്പെട്ട സേവനങ്ങൾ മറന്നുകൊണ്ട് പെട്ടെന്നുണ്ടായ വികാരക്ഷോഭത്തിൽ ഒരു പാർട്ടിയെ അടിച്ചിരുത്താമെന്നുള്ള വ്യാമോഹമാണ് CPI പോലുള്ളവർ പ്രകടിപ്പിക്കുന്നതെങ്കിൽ അതേ നാണയത്തിൽ അതിനെ നേരിടാനുള്ള കരുത്ത് മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട്. ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അത് സ്വാഗതം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു തടസ്സവുമില്ല എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വെരി ഗുഡ്. കോൺഗ്രസ് തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുന്ന ലീഗ്. ഒന്നോ പാവം കോൺഗ്രസ്സുകാര് എന്നും തമ്മി തല്ലി അധികാരം നഷ്ടപ്പെടുത്താനാണല്ലോ അവരുടെ വിധി. മുസ്ലിം ലീഗ് മാറി നിൽക്കുന്നു എന്നാ പറയുന്നത്. അവർ സ്ഥിരമായി മാറി നിൽക്കട്ടെ. 2025 തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും ജയിക്കാനും കോൺഗ്രസിന്റെ ചെയർമാനെ ഉണ്ടാക്കാനും ഞങ്ങൾക്ക് കഴിയും. അതിന് ലീഗിന്റെ സഹായം വേണ്ട എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. LDF സ്ഥാനാർത്ഥിക്ക് ലീഗിന്റെ 5 വോട്ടടക്കം 14 വോട്ടാണ് കിട്ടിയത്. UDF സ്ഥാനാർത്ഥിക്ക് 10 വോട്ടും
പരസ്പരം കാല് വാരിയതിന്റെ വാശിയിൽ ലീഗും കോൺഗ്രസും പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ അഭിപ്രായം പറയാൻ വേറൊരാൾ കയറി വരുന്നു. ആരാണ് അയാൾ? CPM സ്ഥാനാർത്ഥിക്ക് മുസ്ലിം ലീഗ് വോട്ട് ചെയ്തിരിക്കുന്നു. അതെന്ത് ഇടപാടാണ്? അതെന്നാ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞു? അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. ലീഗും കോൺഗ്രസും തമ്മിൽ തൊടുപുഴയിൽ ഒരു പ്രശ്നവും ഇല്ലാന്നോ? ആയി ശരി. അപ്പൊ ജോർജ് ഏട്ടൻ ഈ നാട്ടിലല്ലേ ജീവിക്കണത്? അവര് പോരടിക്കണത് കേൾക്കല്ലേ നിങ്ങള്? തൊടുപുഴയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കുമെന്നാണ് CP പറയുന്നത്. പക്ഷേ UDF ആയി മത്സരിച്ചിട്ട് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പാർട്ടി നേടിയത് 5 സീറ്റുകൾ മാത്രമാണ്. ബാക്കി ആ ജയിച്ച സീറ്റുകളാകട്ടെ മുസ്ലിം ലീഗിന് സ്വാധീനം കുറച്ചെങ്കിലുമുള്ള വാർഡുകളിലാണ് കോൺഗ്രസ് പാർട്ടി വിജയിച്ചിട്ടുള്ളത്. ആ സാഹചര്യം പോലും മനസ്സിലാക്കാതെ കേവലമായ രാഷ്ട്രീയ വിപ്ലവങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആരുടെയൊക്കെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങൾ പോലെയാണ് CPയുടെ പത്രസമ്മേളനം നമുക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങൾ അവിടെ മാറിയിരുന്നു വഴക്കുകൂടൂ. BJP നേതാവ് PC ജോർജിന് ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുണ്ട്. CPMന്റെ സ്ഥാനാർത്ഥി മുസ്ലിം ആയിരുന്നു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഹിന്ദു ആയിരുന്നു. മുസ്ലിം ലീഗിന്റെ മുസ്ലിങ്ങളെല്ലാം ഹിന്ദുവിന് വോട്ട് ചെയ്യാതെ മുസ്ലിമിന് വോട്ട് ചെയ്തു. അതല്ലേ ജാതി മതം നോക്കി രാഷ്ട്രീയം മാറി എന്നല്ലേ അതിനർത്ഥം? എന്റെ ജോർജ് ഏട്ടാ, എല്ലാ കാര്യത്തിനും എന്തിനാണ് ഇങ്ങനെ ജാതി മതവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടില്ല ഏട്ടാ, പറഞ്ഞേക്കാം. എൻ്റെ പൊന്നു മാനെ, ഞാൻ എവിടെ നിന്നാലും ജയിക്കും, മനസ്സിലായോ? ഒന്നും പേടിക്കണ്ട. ഞാൻ ഇന്നലെ കോതങ്ങൾ പോയിച്ചില്ല, മനസ്സിലായല്ലോ. ആദിവാസിയിലെ 5 ഊരിലെ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് BJP ചേർന്നു. ഞാൻ ചെന്നതാണ്. എന്നെ കാണണം എന്നുള്ള ഡിമാൻഡ് അവർക്കുണ്ട്. എന്നെ കണ്ടതേ അവർ ചേർന്നിരിക്കുന്നത് പ്രഖ്യാപിച്ചു, മനസ്സിലായോ? എന്ത് ചെയ്യാനാ? PC ജോർജ് എന്ന് പറഞ്ഞ എല്ലാരും കൂടി ചുറ്റും കൂടി ഒന്നും അനങ്ങാ പോലും സമ്മതിക്കില്ലാന്നേ. എല്ലാവർക്കും PC-നെ മതി. ഇത്ര UDF-നോടാണ് എപ്പോഴും പറയാനുള്ളത്, ഇപ്പോഴും പറയാനുള്ളൂ. അധികാരത്തിന് വേണ്ടി പരസ്പരമുള്ള ഈ തമ്മിത്തല്ല് തുടർന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ ഇരിക്കേണ്ടി വരും. എന്താ ഭയർ കിട്ടും. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.